സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് അതിലെ പൊസിഷൻ ആൻഡ് ടേം അല്ലെങ്കിൽ സ്ഥാനവും പദവും എന്ന പോർഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾജിബ്ര ഓഫ് സീക്വൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം പൊസിഷൻ ആൻഡ് ടേം. നമുക്കറിയാം നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലേ. 1, 11, 21, 31 എക്സെട്ര. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? അതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പൊതു വ്യത്യാസം എല്ലാ പദങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴും ഈക്വൽ ആണെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ ഈ രണ്ട് അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണല്ലേ. 11 മൈനസ് 1 10, 21 മൈനസ് 11 അതും 10, അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിന്റെ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇങ്ങനെ ഒരു സെയിം നമ്പർ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ നോക്കുന്നത്, ഇനിയിപ്പം ഇത് നമ്മൾ എന്താണ് 4th ടേം വരെ നമ്മൾ എഴുതി. നമുക്കിപ്പം 10th ടേം കണ്ടുപിടിക്കണം എന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇവിടെ 3rd ടേം അല്ലെങ്കിൽ 4th ടേം എഴുതിയിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഫസ്റ്റ് ടേം പ്ലസ് 1 2 3 3 കോമൺ ഡിഫറൻസ് അല്ലേ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് 10 ഒരു 10 10 10 അപ്പൊ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 4th ടേം കിട്ടിയതല്ലേ. അപ്പോ 3D എന്ന് പറഞ്ഞത് നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോ ആദ്യത്തെ ടേമിന്റെ കൂടെ 3 പ്രാവശ്യം നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം ആഡ് ചെയ്താണ് നമ്മുടെ 4th ടേം എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയാ, ഇത് 4th ടേമും ഇത് ഫസ്റ്റ് ടേമും ആണ്. അപ്പം ഇതിന്റെ ആ ഫസ്റ്റ് ടേമിൽ നിന്ന് 4th ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് ടൈം ആണോ കണ്ടുപിടിക്കേണ്ടത് അതുപോലെ ഏത് ടൈം ആണോ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 4th ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 മൈനസ് 1 എത്രയാണ്? 3 അല്ലേ. ആ ഫസ്റ്റ് ടൈമിന്റെ കൂടെ നമ്മൾ 3 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ 3 പ്രാവശ്യം പൊതു വ്യത്യാസം ആഡ് ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് 10th ടൈം കണ്ടുപിടിക്കണം. എന്താണ് ഇവിടെ ഫസ്റ്റ് ടൈം നമുക്ക് 1 എന്ന് അറിയാം. നമുക്ക് 10th ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 10th ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടൈമിന്റെ കൂടെ അതായത് ഈ രണ്ട് ടൈം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 10 മൈനസ് 1 എത്രയാണ്? 9. അപ്പോ ഫസ്റ്റ് ടൈം അതായത് ആദ്യ പദം 1 പ്ലസ് 9 പ്രാവശ്യം പൊതു വ്യത്യാസം ആഡ് ചെയ്യണം അല്ലേ. 9D. അപ്പൊ ഇവിടെ എത്ര വരും? 1 പ്ലസ് 9 ഇൻറ്റു നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 10 അല്ലേ. അപ്പൊ 10 ചെയ്യുമ്പോൾ എത്രയാണ്? 9 ഇൻറ്റു 10 90 പ്ലസ് 1 91. ഇതാണ് നമ്മുടെ 10th ടേം എന്ന് പറയുന്നല്ലേ. ആദ്യ പദം പ്ലസ് എന്താണ് നമുക്ക് ഏത് ടൈം ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ടൈമേ മൈനസ് ആദ്യ പദം, അത് തമ്മിലുള്ള ഡിഫറൻസിന്റെ ആ ഡിഫറൻസ് ഇൻറ്റു ആ കോമൺ ഡിഫറൻസ്, അതാണ് നമ്മളുടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പദം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതിപ്പോ നമ്മൾ എന്താണ് 10 കോമൺ ഡിഫറൻസ് ഉള്ള ഒരു ടൈമാണ് എഴുതിയത്. ഇതിൽ നമുക്ക് ഈ 1 11 ഇപ്പൊ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ആണ്. ഈ 11നെ 3rd ടൈം ആക്കി മാറ്റാൻ നമുക്ക് പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ഇത് നമുക്ക് 3rd ടൈം ആണ്. 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, പിന്നെ നമുക്ക് ഇവിടെ ഒരു ടൈം അറിയത്തില്ല, 3rd ടൈം ആണ് 11. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 1 ഇവിടെ എത്ര പ്രാവശ്യമാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്? 2 പ്രാവശ്യം അല്ലേ. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പൊ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് നമ്മൾ ഇവിടെ 3rd ടൈം എഴുതിയിരിക്കുന്നത്. അപ്പോ 1 പ്ലസ് 2 ഇൻറ്റു D ആണ് നമുക്ക് 11 എന്ന് കിട്ടിയത്. അപ്പം 2D അല്ലെങ്കിൽ 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര വരും? 11 മൈനസ് 1 10 എന്ന് കിട്ടുമല്ലേ. അപ്പൊ D എത്ര കിട്ടി? നമുക്ക് 5 എന്ന് കിട്ടി. 10/2 5 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ആ ടൈം എഴുതാലോ. എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ടൈമിന്റെ കൂടെ നമ്മൾ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകണല്ലേ. അപ്പൊ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടാൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ 1 പ്ലസ് 5 = 6. ഈ 6 ആണ് നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് ടൈം വരുന്നത്. ഇനി നമുക്ക് 4th ടൈം കണ്ടുപിടിക്കണമെങ്കിലോ 11ന്റെ കൂടെ വീണ്ടും 6 ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ എത്ര വരും? 5 ആഡ് ചെയ്യണം. അപ്പൊ 16. ഇനി അടുത്ത ടൈം വരുമ്പോൾ വീണ്ടും 16ന്റെ കൂടെ 5 ആഡ് ചെയ്തു 21 എക്സെട്ര. ഇങ്ങനെ പോകും. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഒരു ടൈം നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ഒരു nth ടൈം, അത് ഏത് ടൈം ആണെന്ന് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ nth ടൈം മൈനസ് നമുക്ക് തന്നിരിക്കുന്ന ടൈം ഇൻറ്റു അതിന്റെ കോമൺ ഡിഫറൻസ്, അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആ nth ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ.
the difference between any two terms of an arithmetic sequence is the product of the difference of positions and the common difference. അതായത് ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ആ രണ്ട് പദങ്ങളുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു അതിന്റെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് നോക്കാം. ആദ്യം നമുക്കൊരു 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പമാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമുള്ളൂ. നമ്മൾ പറഞ്ഞു ഈ ഡാഷ് ഇട്ടേക്കുന്ന സ്ഥലത്തുള്ള സംഖ്യകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഏത് ടൈമാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടൈമെ മൈനസ് നമുക്ക് തന്നിട്ടുള്ള ടൈമെ ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ആ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്, തേർഡും ഫോർത്തും ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അടുത്തടുത്തുള്ള രണ്ട് ടൈംസ് ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ട്, 24ഉം 42. അപ്പൊ എന്ത് ചെയ്യണം, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇവിടെ എത്രയാണ് സെക്കൻഡ് ടൈം 42 മൈനസ് 24. 42 മൈനസ് 24 എത്രയാണ്, 42 മൈനസ് 24 എത്ര വരും, 18 അല്ലേ. അപ്പൊ 18 നമ്മളുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് തേർഡും ഫോർത്തും ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം നമുക്കറിയാം. അപ്പൊ തേർഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 42ന്റെ കൂടെ വീണ്ടും 18, അതായത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സെക്കൻഡ് ടൈമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടൈം കിട്ടും. അപ്പൊ 42 പ്ലസ് 18 60 കിട്ടി നമ്മുടെ അടുത്ത ടൈം. ഇനി എന്ത് ചെയ്യണം, വീണ്ടും നമുക്ക് ഫോർത്ത് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വീണ്ടും 60യുടെ കൂടെ 18 ആഡ് ചെയ്യണം. അപ്പം 60 പ്ലസ് 18 എത്രയാണ്, 78. അപ്പൊ നമുക്ക് തന്നിട്ടില്ലായിരുന്ന രണ്ട് ടൈംസ് കിട്ടി. നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനെ റൗണ്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഞാൻ ഇവിടെ ഡാഷിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തേർഡ് ടൈമും ഫോർത്ത് ടൈമും കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ടൈമും തേർഡ് ടൈമും തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും ഫിഫ്ത്ത് ടൈമും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം എന്താണ്, ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കാരണം അടുത്തടുത്തുള്ള രണ്ട് ടൈംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ 42 24 നേരത്തെ ഉള്ളത് തന്നെയാണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്, 18 തന്നെയാണ് അല്ലേ. നമ്മൾ നേരത്തെ ഇത് എത്രയാണ്, 24ഉം 42 ആയിരുന്നു. അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ, 18 ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെയും 42ഉം 24ഉം ആണ് കോമൺ ഡിഫറൻസ് 18. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് ഇവിടെ നമുക്ക് സെക്കൻഡ് ടൈം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സെക്കൻഡ് ടൈമിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം പ്ലസ് ഒരു കോമൺ ഡിഫറൻസ്, അതാണ് നമ്മുടെ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ടൈം തന്നാൽ എന്ത് ചെയ്യണം, സെക്കൻഡ് ടൈം മൈനസ് 1 കോമൺ ഡിഫറൻസ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടൈമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ്, അതായത് 24ൽ നിന്നും 18 മൈനസ് ചെയ്യണം. അപ്പൊ എത്രയാണ് നമുക്ക് വരുന്നത്, 6 അല്ലേ. 24 മൈനസ് 18 എന്ന് പറഞ്ഞാൽ 6 ആണ്. അടുത്ത നമുക്ക് തന്നിട്ടുണ്ട് തേർഡ് ടൈം 42, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 18 ആഡ് ചെയ്യണം. അപ്പൊ എത്രയാണ്, നമുക്ക് ഇവിടെ കിട്ടിയ സെയിം സംഖ്യ തന്നെയാണ് വരുന്നത്, 60 78. അതായത് കോമൺ ഡിഫറൻസ്, ഇതിന്റെ രണ്ടിന്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് മാത്രമുള്ളായിരുന്നു നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഉള്ളത്. ബാക്കി രണ്ട് ടൈമും നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച സെയിം തന്നെയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് ആദ്യത്തെ രണ്ട് ടൈം തന്നിട്ടില്ല, തേർഡും ഫോർത്തും ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മുടെ കോമൺ ഡിഫറൻസ് 18 തന്നെയാണ് വരുന്നത്. കാരണം അടുത്തടുത്തുള്ള രണ്ട് ടൈംസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണ്, 24ഉം 42. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, 24ന് തൊട്ട് മുന്നേ ഉള്ള ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ 6 ആണ് വരുന്നത്. 24 മൈനസ് 18 എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്. ഇനി അടുത്ത ടൈം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അത് എന്താണ്, 6 മൈനസ് 18. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും കിട്ടുന്നത്, മൈനസ് 12 ആണ് ഇവിടെ കിട്ടുന്നത്. അതായത് നമുക്ക് സെക്കൻഡ് ടൈം ഉണ്ടായിരുന്നു, സെക്കൻഡ് ടൈം നമ്മൾ തേർഡ് ടൈം ആയിരുന്നു ആദ്യം തന്നിരുന്നത്. തേർഡ് ടൈമിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് സെക്കൻഡ് ടൈം കണ്ടുപിടിച്ചു, അതിൽ നിന്നും വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂടെ മൈനസ് ചെയ്ത് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചു. ഇല്ലേ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, തേർഡ് ടൈമിൽ നിന്നും 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 24 മൈനസ് 2 ഇൻറ്റു 18 അത് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 12 കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്, 24 നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ട്, സെക്കൻഡ് ടൈം അറിയത്തില്ല, തേർഡ് ടൈം ഉണ്ട്, ഫോർത്ത് ടൈം വേണം.
അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു എന്താണ് 1, 6, 11, 16 എന്ന് പറഞ്ഞൊരു ടൈം ഒരു സീക്വൻസ് എഴുതിയില്ലേ, അതിൽ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചത്? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും ഉണ്ട്. ഫസ്റ്റ് ടൈമിന്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടൈം കിട്ടുന്നത് അല്ലേ. അപ്പോൾ 24 പ്ലസ് 2 ഇൻറ്റു ഡി ആണ്, 2d ആണ് എത്രയാണ് 42 അല്ലേ. അപ്പോ ഇവിടെ എത്ര വരും? 2d എന്ന് പറയുന്നത് എത്രയാണ്? 42 മൈനസ് 24 എത്രയാണ്? 80. അപ്പോൾ d എത്രയാണ് നമുക്ക് വരുന്നത്? 9 എന്ന് കിട്ടി അല്ലേ. d എന്ന് പറയുന്നത് 18 ഡിവൈഡഡ് ബൈ 2 9 എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് 9 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഇടയ്ക്കുള്ള 2 ടേംസ് കണ്ടുപിടിക്കാമല്ലോ. 24 പ്ലസ് 9, 24 പ്ലസ് 9 എത്രയാണ്? 33. അതുപോലെ 42 പ്ലസ് 9, അതായത് ഈ തേർഡ് ടൈമിന്റെ കൂടെ വീണ്ടും ഒരു കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടൈം. അപ്പോൾ 42 പ്ലസ് 9 എത്രയാണ്? 51. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടൈമും ഫോർത്ത് ടൈമും നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും കണ്ടുപിടിക്കണം. സെക്കൻഡും ഫോർത്തും ടൈം തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെ 24ഉം 42ഉം ആണ്. ഇവിടെ നമുക്ക് 24ഉം 42ഉം ആയിരുന്നു. ടേംസിന്റെ എന്താണ് പൊസിഷൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇവിടെയും ഫസ്റ്റും തേർഡും ആയിരുന്നു, അത് തമ്മിലുള്ള അകലം ഒന്നാണ്. ഇവിടെയും സെക്കൻഡും ഫോർത്തും അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നാണ്. അപ്പൊ നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 9 തന്നെ കിട്ടും. അപ്പൊ 24 മൈനസ് 9 എത്രയാണ് വരുന്നത്? 40, 15 ആണ് വരുന്നത്. 24 മൈനസ് 9 എന്ന് പറയുന്നത് 15. അതുപോലെ 24 പ്ലസ് 9 എത്രയാണ്? 33. അപ്പോ നമുക്ക് എന്താണ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടൈമിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തു. അതുപോലെ തേർഡ് ടൈം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടൈമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ഇനി അടുത്ത 6th ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡും തേർഡും ടേംസ് കണ്ടുപിടിക്കണം. ഫസ്റ്റും ഫോർത്തും ടേംസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അതിനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടൈമിന്റെ, അതായത് ഫസ്റ്റ് ടൈം എത്രയാണ് നമുക്ക്? 24. ഫസ്റ്റ് ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് ഫോർത്ത് ടൈം കിട്ടുന്നത്? 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് ഫോർത്ത് ടൈമും ഫസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ 3d ഈക്വൽ ടു 42. അപ്പോൾ ഫസ്റ്റ് ടൈമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് നമുക്ക് ഫോർത്ത് ടൈം കിട്ടി. അപ്പോൾ 3d എന്ന് പറയുന്നത് എത്രയാണ്? 42 മൈനസ് 24 18. അപ്പോൾ d എന്ന് പറയുന്നത് 18/3 എത്രയാണ്? 6. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് 6 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ 24ന്റെ കൂടെ 6 ആഡ് ചെയ്ത് സെക്കൻഡ് ടൈം, വീണ്ടും 6 ആഡ് ചെയ്ത് തേർഡ് ടൈം കിട്ടും. അപ്പോൾ 24 പ്ലസ് 6 എത്രയാണ്? 30. അതുപോലെ 30 പ്ലസ് 6 36. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. എന്താണ് അതിന്റെ പൊസിഷൻസ് മാത്രം ചേഞ്ച് ചെയ്ത് തന്നിരുന്നു. നമുക്കറിയാം എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതെന്ന്. ഏത് ടൈം തന്നാലും ആ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു ആ കോമൺ ഡിഫറൻസ്, അതാണ് നമ്മുടെ എന്താണ് ആ ഏത് ടൈമാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടൈം നമുക്ക് കിട്ടും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് കുറച്ച് എന്താണ് തേർഡ് ടൈം, സിക്സ് ടൈം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഓരോന്നിലെയും ആദ്യത്തെ 5 നമ്പേഴ്സ് അല്ലെങ്കിൽ ഓരോ ശ്രേണിയിലെയും ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് എടുക്കാം. തേർഡ് ടൈം നമുക്ക് 34 തന്നിട്ടുണ്ട്. സിക്സ്ത് ടൈം 67 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തേർഡ് ടൈം പ്ലസ് അതിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 6 വരുന്നത്? സിക്സ്ത് ടൈം വരുന്നത് 6 മൈനസ് 3 3. അപ്പോ തേർഡ് ടൈം പ്ലസ് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിക്സ്ത് ടൈം കിട്ടുന്നത്. ഇവിടെ തേർഡ് ടൈം എത്രയാണ്? 34. 34 പ്ലസ് 3 ഇൻറ്റു ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 67. ഇനി 3 അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഇൻറ്റു 3 ഈക്വൽ ടു 67 മൈനസ് 34. എത്രയാണ്? 67 മൈനസ് 34 33. അപ്പോ ഡി എത്രയാണ് വരുന്നത്? 33/3 11. അപ്പോ 11 ആണ് നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇപ്പൊ ഇവിടെ നമുക്ക് തേർഡ് ടൈം തന്നിട്ടുണ്ട് 34, പിന്നെ ഫിഫ്ത് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത് ടൈം, സിക്സ്ത് ടൈം 67 തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ 2 ടൈമും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ 34 നമ്മൾ 11 മൈനസ് ചെയ്യണം. അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണോ അത് മൈനസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും അല്ലേ. അപ്പം 34 മൈനസ് 11 എത്രയാണ്? 23.
3 അല്ലേ 23. ഇനി എന്ത് ചെയ്യണം 34 മൈനസ് 2 ഇൻറ്റു 11. 34 മൈനസ് 2 ഇൻറ്റു 11 എത്രയാണ് 22. അപ്പൊ 22 ചെയ്യുമ്പോൾ എത്രയാണ് 2 1. അപ്പൊ 12 ആണ് നമ്മുടെ ഫസ്റ്റ് ടൈം കിട്ടിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ 23ൽ നിന്നും 11 മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ 34ൽ നിന്നും 2 കോമൺ ഡിഫറൻസ് അതായത് 2 ഇൻറ്റു 11 മൈനസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈം കിട്ടി. ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടൈം കിട്ടി. നമ്മളോട് ആദ്യത്തെ 5 ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഫോർത്ത് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 34 പ്ലസ് 11. അപ്പൊ എത്ര വരും 45. അടുത്ത ടൈം വരുമ്പോ 45 പ്ലസ് 11 വരുമ്പോ 56. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സീക്വൻസ്. ആദ്യത്തെ 1 2 3 4 5 ടൈംസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിലെ 6th ടൈം ആയിരുന്നു തന്നിരുന്നത്. നമ്മളോട് ചോദിച്ചിരുന്ന ആദ്യത്തെ 5 ടൈം കണ്ടുപിടിക്കാനാണ്, അത് കിട്ടി. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ സെയിം മെത്തേഡ് തന്നെയാണ്. തേർഡ് ടൈമും 6th ടൈമും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് തേർഡ് ടൈം പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് 6th ടൈം കിട്ടും. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഇതുപോലെ എഴുതാം. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയാം, തേർഡ് ക്വസ്റ്റ്യൻ. അതിൽ തേർഡ് ടൈം തന്നിരിക്കുന്നത് 2 ആണ്. തേർഡ് ടൈം 2 പ്ലസ് 5th ടൈം. അപ്പൊ തേർഡ് ടൈമിൽ നിന്ന് 5th ടൈം വരെ എത്താൻ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം 2 അല്ലേ. അതായത് 5 മൈനസ് 3 2. അപ്പൊ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. പ്ലസ് 2d ഈക്വൽ ടു എത്രയാണ് 3 എന്ന് കിട്ടിയല്ലേ. 5th ടൈം 3 ആണ്. അപ്പം 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 3 മൈനസ് 2 1 വരും. അപ്പൊ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് എത്രയാണ് 1/2 ആണ് ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ സീക്വൻസ് എഴുതാം. തേർഡ് ടൈം ഉണ്ട്, തേർഡ് ടൈം 2, പിന്നെ ഫോർത്ത് ടൈം അറിയില്ല, 5th ടൈം 3. നമുക്ക് ഫസ്റ്റും സെക്കൻഡും കണ്ടുപിടിക്കണം, അതുപോലെ ഫോർത്ത് ടൈമും കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു തേർഡ് ടൈമിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ സെക്കൻഡ് ടൈം കിട്ടുമല്ലേ. തേർഡ് ടൈം എത്രയാണ് 2. 2നെ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത് ഒരു ഫ്രാക്ഷൻ ആയിട്ടല്ലേ 1/2. അപ്പൊ നമുക്ക് ഈ 2നെ ഇതേ ഒരു ഫ്രാക്ഷൻ ആയിട്ട് തന്നെ എഴുതാം. അപ്പൊ 2നെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട്, അതായത് ഡിനോമിനേറ്റർ 2 വരുന്ന രീതിയിൽ എഴുതുമ്പോൾ എന്ത് വരും 4/2 അല്ലേ 2 വരുന്നത് ആണല്ലോ. 4/2 ആണ് നമുക്ക് 2. അപ്പോ നമ്മുടെ എന്താണ് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 2 മൈനസ് ഒരു കോമൺ ഡിഫറൻസ് എത്രയാണ് 1/2 മൈനസ് 1/2. അപ്പൊ 4 മൈനസ് 1 3 3/2. നമ്മുടെ സെക്കൻഡ് ടൈം കിട്ടി 3/2. ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഈ തേർഡ് ടൈമിൽ നിന്നും 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഇവിടെ ഇപ്പൊ നമുക്ക് ഫോർത്ത് ടൈമിൽ നിന്ന്, അതായത് 4/2 മൈനസ് 2 കോമൺ ഡിഫറൻസ് ആകുമ്പോൾ എന്ത് ചെയ്യും 1/2 പ്ലസ് 1/2 എത്രയാണ് 2/2. അപ്പൊ എത്ര വരും 4/2 മൈനസ് 2/2 2/2. 2/2 എത്രയാണ് 1. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈം 1 കിട്ടി, അടുത്തത് 3/2, അടുത്തത് 2. ഇനി ഫോർത്ത് ടൈം ആണ്. ഫോർത്ത് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം തേർഡ് ടൈം പ്ലസ് ഒരു കോമൺ ഡിഫറൻസ്. തേർഡ് ടൈം 4/2 പ്ലസ് 1/2. 4 പ്ലസ് 1 5 5/2. അപ്പൊ നമ്മുടെ ആദ്യത്തെ 5 ടൈംസ് നമുക്ക് കിട്ടി 1 3/2 2 5/2 3. ഇതിനെ ഇനി മിക്സഡ് ഫ്രാക്ഷനിലാക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി വേണമെങ്കിലും എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയത് എത്രയാണ് 1/2. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2 എന്ന് പറഞ്ഞാല് 0.5 അല്ലേ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ 0.5 വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ 0.5 ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ തേർഡ് ടൈം 2 ആണ്. അപ്പൊ സെക്കൻഡ് ടൈം എന്ത് ചെയ്യണം 2 മൈനസ് 0.5. അപ്പൊ എത്ര വരും 1.5. അതുപോലെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2 ഇൻറ്റു 0.5 എത്രയാണ് 1. അപ്പൊ 2 മൈനസ് 1 1. അതുപോലെ ഫോർത്ത് ടൈം വരുമ്പോൾ എന്താണ് 2 പ്ലസ് 0.5. അപ്പൊ 2.5, അടുത്തത് 3. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസിനെ എഴുതാം. നെക്സ്റ്റ് നിങ്ങളുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ടൈം 2, സെവൻത്ത് ടൈം 3. അപ്പൊ ഫോർത്ത് ടൈമിൽ നിന്ന് സെവൻത്ത് ടൈം വരെ എത്രയാണ് 7 മൈനസ് 4 3. അപ്പോ എന്താണ് ഫോർത്ത് ടൈമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെവൻത്ത് ടൈം കിട്ടുന്നത്. അപ്പൊ ഫോർത്ത് ടൈം 2 പ്ലസ് സെവൻത്ത് ടൈം, അപ്പൊ 3d അല്ലേ. 3 കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 3 കിട്ടി. അപ്പോ 3 ഇൻറ്റു d, അല്ലെങ്കിൽ 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 3 മൈനസ് 2 1. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 1/3. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ബാക്കി കണ്ടുപിടിക്കാമല്ലോ. ഫോർത്ത് ടൈം ആണ് തന്നിരിക്കുന്നത് 2. നമുക്ക് തേർഡ് ടൈം വേണം, സെക്കൻഡ് ടൈം വേണം, ഫസ്റ്റ് ടൈം വേണം,
അതുപോലെ ഫിഫ്ത്ത് ടേമും വേണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫോർത്ത് ടേം 2 ആണ്. 2ൽ നിന്നും 1/3 മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ എന്താണ് തേർഡ് ടേം കിട്ടുന്നത്. അപ്പോൾ ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 6/3 എന്ന് എഴുതിക്കൂടെ? 6/3 എത്രയാണ്? 2 ആണ്. അപ്പോൾ 6/3 മൈനസ് 1/3 അതാണ് നമ്മുടെ എന്താണ് തേർഡ് ടേം. അപ്പോൾ 6/3 മൈനസ് 1/3 എത്രയാണ്? 5/3. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് 5/3. ഇനി എന്ത് ചെയ്യണം? ഈ 5/3 വീണ്ടും ഒരു 1/3 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര വരും? 4/3. അപ്പോൾ സെക്കൻഡ് ടൈം 4/3. ഇനി വീണ്ടും അതിൽ നിന്ന് 4/3 മൈനസ് 1/3 എത്രയാണ്? 4 മൈനസ് 1 3. 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് 1 കിട്ടി, സെക്കൻഡ് ടൈം 4/3, തേർഡ് ടൈം 5/3, ഫോർത്ത് ടൈം 2, ഇനി ഫിഫ്ത്ത് ടൈം പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? 2 പ്ലസ് 1/3. 2 എന്ന് പറഞ്ഞാൽ 6/3 പ്ലസ് 1/3. അപ്പൊ എത്രയാണ്? 7/3. ഇത്രയാണ് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം. ഇത്രയും വരെ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ടൈം 5. അപ്പോൾ 5 പ്ലസ് ഫിഫ്ത്ത് ടൈം 2. അപ്പോൾ 5ന്റെ കൂടെ 3, അതായത് സെക്കൻഡ് ടൈമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ടൈം, അതായത് 5 മൈനസ് 2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 5 പ്ലസ് 3d എന്ന് പറയുന്നത് 2. 3d എന്ന് പറയുന്നത് എത്രയാണ്? 2 മൈനസ് 5. 2 മൈനസ് 5 എത്രയാണ്? -3. ഇവിടെ നമുക്ക് എന്താണ്, അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് സംഖ്യയാണല്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് ശ്രേണി എന്ന് പറഞ്ഞ ഒരു കുറഞ്ഞു പോകുന്ന ഒരു ശ്രേണിയാണ് നമുക്ക് വരുന്നത്. ആദ്യത്തെ ടൈമിൽ നിന്നും എന്താണ് ഒരു ചെറിയ സംഖ്യ ആയിരിക്കും സെക്കൻഡ് ടൈം, അതിനേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കും തേർഡ് ടൈം. ഇത്രയും നേരം നമ്മൾ ചെയ്തതെല്ലാം എന്താണ്? ഫസ്റ്റ് ടൈം ആയിരുന്നു ഏറ്റവും ചെറുത്, ബാക്കിയുള്ള എന്താണ് സംഖ്യകളെല്ലാം കൂടി പോകുന്ന സംഖ്യകളായിരുന്നു. ഇതിൽ വരുമ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഏറ്റവും വലുത്, ബാക്കിയുള്ളതൊക്കെ അതിലും ചെറിയ സംഖ്യകളാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സെക്കൻഡ് ടൈം ഇപ്പൊ നമ്മൾ 3d ആണ് -3 കിട്ടിയത്. അപ്പോൾ d വരുമ്പോ എത്രയാണ്? -1. നമ്മുടെ കോമൺ ഡിഫറൻസ് -1 കിട്ടി. സെക്കൻഡ് ടൈം 5, ഇനി ഫസ്റ്റ് ടൈം വേണം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം. ഫിഫ്ത്ത് ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 2 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ സെക്കൻഡ് ടൈമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടൈം കിട്ടുന്നത് അല്ലേ. ഇവിടെ സെക്കൻഡ് ടൈം 5 ആണ്. 5 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആണ് അല്ലേ. 5 പ്ലസ് -1 പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ എത്രയാണ് വരുന്നത്? മൈനസ് അല്ലേ. അപ്പോൾ 5 മൈനസ് 1 എത്രയാണ്? 4 ആണ് തേർഡ് ടൈം വരുന്നത്. ഇനി നേരെ ഫോർത്ത് ടൈം വരുമ്പോഴോ 4 പ്ലസ് -1. അപ്പോൾ വീണ്ടും പ്ലസ് മൈനസ് മൈനസ്. അപ്പോൾ 4 മൈനസ് 1 3 ആണ് ഫോർത്ത് ടൈം. ഫസ്റ്റ് ടൈം വരുമ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈമിന്റെ കൂടെ സെക്കൻഡ് ടൈമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഇവിടെ 5 ആണ് സെക്കൻഡ് ടൈം, മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? -1. നിങ്ങൾ ഈ സൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സൈൻ അതുപോലെ എഴുതി തന്നെ വേണം ചെയ്യാൻ. അപ്പൊ 5 മൈനസ് കോമൺ ഡിഫറൻസ് -1. മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് അല്ലേ. അപ്പൊ 5 പ്ലസ് 1 6. ഫസ്റ്റ് ടൈം 6 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ എന്താണ് കോമൺ ഡിഫറൻസ് -1 ആണ് വരുന്നത്. അപ്പോൾ 6 മൈനസ് 1 5, 5 മൈനസ് 1 4, 4 മൈനസ് 1 3, 3 മൈനസ് 1 2. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഫിഫ്ത്ത് ക്വസ്റ്റിലെ നമുക്ക് ശ്രേണി കിട്ടുന്നത്. നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈൻ മാറിപ്പോകരുത്. സൈൻ മാറിപ്പോയാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. അപ്പോൾ പൊസിഷൻ ആൻഡ് ടൈം എന്ന് പറഞ്ഞ ആ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെന്താണ് പൊസിഷൻ ആൻഡ് ടൈം, എങ്ങനെയൊക്കെയാണ് ഒരു സീക്വൻസ് തന്നാൽ അതിലെ നമുക്ക് അറിയാത്ത പദങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.